ഐ എം ദീപ എസ് പണിക്കർ ഹിയർ ഇൻസൈഡ് മൈ ഹൗസ്. ദിസ് ഈസ് മൈ ഹൗസ്, യു ഓൾ നോ. സഹദേവ മന്ദിരം ഇതെൻ്റെയാണ്, ഇതെൻ്റെ പേരിലാണ്. ഒരാൾക്കും കൊടുക്കാനുള്ളതല്ല, ഇത് ഒരാൾക്കും ഒരാവനും കൊടുക്കാനുള്ളതല്ല. എനിക്കൊരു മകളുണ്ട്, മനസ്സിലായില്ലേ? ഒരാൾക്കും ഇതിനകത്തൊന്നും ഒരു അവകാശമില്ല. എൻ്റെ അമ്മയ്ക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നല്ലാതെ ഇതൊന്നും വിക്രയം ചെയ്യാനും എഴുതി കൊടുക്കാനും ഒന്നും ഒരു അവകാശങ്ങളും ഇല്ല. ഇതെൻ്റെ ഷെയറാണ്. ഇത് സെറ്റിൽമെൻറ്റ് ഡീഡി കൂടെ കിട്ടിയതാണ്. ഇന്ന് April 9th ആണ്. ഓക്കെ, 8th ആണ്, April 8th 2026. ഇതിൻ്റെ പ്രമാണമല്ല. എൻ്റെ പാർട്ട്ണർ മുകേഷ് കുമാർ രാജസ്ഥാൻ അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് എൻ്റെ പ്രമാണങ്ങളെല്ലാം. അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അവരുടെ അമ്മയ്ക്കും അച്ഛനും ഒന്നും മലയാളം വായിക്കാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് അവിടെ സേഫായിട്ട് അവിടെ ഇരിക്കുക. അവർക്ക് എന്തുവാണെന്ന് കൂടെ അറിയത്തില്ല. എൻ്റെ മുക്കുമാണ് വെച്ചിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പം അവിടെ സേഫായിട്ടിരിക്കും. അപ്പം എന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്താൻ ഇതുണ്ടെങ്കിൽ ഞാൻ മുക്കുവിൻ്റെ അച്ഛനെയും അമ്മയും ഇതാക്കും, മനസ്സിലായില്ലേ? വേറെ ആരും, പിന്നെ ഒരു സിസ്റ്ററും ഉണ്ട്. അതിന് മുക്കും ഒന്നും ചെയ്യത്തില്ല, പിന്നെ അവർക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പം ഞാനവിടെ വെച്ചിരിക്കുകയാണ്. അപ്പം ഇന്നിപ്പോൾ സമയം 6:30. വേറെ പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതെൻ്റെ ഇതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ 10 കോടി എൻ്റെ ബാങ്കിൽ ഏതെങ്കിലും നല്ല അപ്പന് പറഞ്ഞവരുണ്ടെങ്കിൽ നേരെ എഴുതി കൊടുക്കും. 10 കോടി മോഹവിലയാണ്. ഇതങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമോഷണലി കണക്റ്റഡാണ് നമ്മുടെ ഈ വസ്തു. വെറുതെ ഒന്നും ഇട്ടെറിഞ്ഞ് പോകുന്ന കൂട്ടത്തിലൊന്നുമല്ല നമ്മൾ, മനസ്സിലായില്ലേ? അങ്ങനെ എറിഞ്ഞിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല നമുക്ക്. എൻ്റെ അച്ഛൻ്റെ ഇതാണ്. എൻ്റെ അച്ഛനെ അടക്കിയ സ്ഥലമാണ്. എൻ്റെ അച്ഛൻ്റെ ഇതാണ്. എനിക്ക് അവകാശപ്പെട്ടതാണ്, എൻ്റെതാണ്. അങ്ങനെ ഒന്നും അങ്ങ് ചുമ്മാ കൊടുക്കാനല്ല ഞാൻ പറയുകയാണ്. ഒരവനും കൊടുക്കാനില്ല 10 കോടി. ഒരവനും തന്ന് വാങ്ങിക്കാൻ 10 കോടി ഉണ്ടോടാ ഏതെങ്കിലും അവൻ്റെ കയ്യിൽ? ഇത്ര ഒരവൻ്റെ കയ്യിലും ഇല്ല, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് 10 കോടി. അപ്പം അറിയാമല്ലോ, കൊടുക്കാനല്ല എന്നുള്ളതാണ് അതിനകത്ത് ഇംപ്ലൈഡ് ആണ്. ഓക്കെ. പിന്നെ വേറെ പറയാമെന്ന് വെച്ചാൽ, അപ്പം നമ്മളുടെ ഇവന്മാർ നമ്മുടെ ബോഡിയൊക്കെ ഭയങ്കര സ്ട്രക്ചറൊക്കെ മാറ്റും ഇങ്ങനെ ഗ്യാസ് അടിച്ച്. അപ്പം നമ്മളുടെ ബോഡിയുടെ സ്ട്രക്ചറൊന്നും മാറത്തില്ലേ ഇൻ റിയാലിറ്റി, മനസ്സിലായില്ലേ? നമുക്കൊരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതൊന്നും മാറാനൊന്നും ഇതല്ല. അത് നമ്മൾ എത്രയോ നാളുകൊണ്ട് അങ്ങനെയാണ്. നമ്മുടെ ഈ കാറ്റടിക്കുമ്പോഴാണ് മാറുന്നത്, മനസ്സിലായില്ലേ? കാറ്റടിച്ച് വീർപ്പിക്കുക മാറൊരു പരിപാടിയാണ്. അപ്പം നമ്മുടെ ബോഡി സ്ട്രക്ചർ എല്ലാ സമയത്തുള്ളത്, എല്ലാ ഇതിലുള്ളത് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്, മനസ്സിലായോ? ഈ മാറുന്നതും മാറാത്തതും എല്ലാം ഇവന്മാർ മാറ്റുന്നുള്ളതിനുള്ള തെളിവുണ്ട്. അപ്പം നമ്മളെ ദൈവം ഓരോ ജന്മങ്ങളിലും നമ്മളെ ജനിപ്പിക്കുന്നതില്ലേ, നമ്മളുടെ കഴിഞ്ഞ കർമ്മ അനുസരിച്ചുമൊക്കെയാണ്. കഴിഞ്ഞ കർമ്മ നല്ലതാണെങ്കിൽ, അതുപോലെ നമ്മൾ നമ്മുടെ ബോഡിയെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കൂടുതൽ നമ്മളെ അപ്ഗ്രേഡ് ചെയ്ത് വിടും, മനസ്സിലായില്ലേ? അപ്പം ഇവളുമാരൊക്കെ പീഡിപ്പിച്ച് തിന്നുന്നവളുമാരെയൊക്കെ ഇങ്ങനെ വികലാംഗരായിട്ടുമൊക്കെ ജനിപ്പിക്കും. ഈ വികലാംഗരോടൊന്നും വികലാംഗരോട് ഇങ്ങനെ എന്താ പറയുന്നത്, പിന്നെ ഇങ്ങനെ തേർഡ് റേറ്റ്സ് ആയിട്ടൊക്കെ ജനിക്കുന്നവരോട് വലിയ ദയാനുകമ്പയൊന്നും വേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം കഴിഞ്ഞ ജന്മത്തെ കർമ്മയുടെ ഫലമായിട്ടാണ് ഇവളുമാരൊക്കെ ഇങ്ങനെ ജനിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചോണം, മനസ്സിലായില്ലേ? അപ്പം ഇവരോടൊന്നും വലിയ കഴിഞ്ഞ ജന്മത്തിൽ ഒത്തിരി പാപം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇവർക്ക് ഈ ജന്മം അവനവൻ്റെ ബാഡ് കർമ്മ ആയതുകൊണ്ടാണ് ഈ ജന്മം ഇങ്ങനെ ജനിക്കുന്നത്. അതുകൊണ്ട് എന്നോട് ആരൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട്, വലിയ വികലാംഗരെയൊക്കെ കാണുമ്പോൾ വലിയ സിമ്പത്തൈസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ലെന്ന്. കാരണം കയ്യിലിരിപ്പതായിരുന്നു എന്നുള്ളത്, മനസ്സിലായില്ലയോ? കയ്യിലിരിപ്പതായിരുന്നു നിങ്ങൾ വിചാരിച്ചോണം. അതുകൊണ്ട് ഇവളുമാരിങ്ങനെ ഇപ്പം മറ്റുള്ളവരുടെ കാലും കൈയൊക്കെ ഒടിക്കുകയും പറിക്കുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഇവളുമാർ കുരങ്ങുകളായിട്ടും കൈകാലില്ലാത്തവളുമാരായിട്ടും മോന്ത കുരങ്ങിൻ്റെ പോലെയൊക്കെ ജനിക്കും. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ ജന്മത്തിൽ കുറേ പേരെ ഉപദ്രവിച്ചതുകൊണ്ട് പിന്നെ കൊല്ലപ്പെടുന്നവർ ഒക്കെ കഴിഞ്ഞ ജന്മത്തിൽ കൊന്നവരാണ്. അത് ഭഗവാൻ കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ റീൽസിലൊക്കെ ഇഷ്ടം പോലെ. ഞാൻ അത് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഇങ്ങനത്തെ റീൽസൊക്കെ വരാൻ തുടങ്ങിയത്. ഇപ്പോഴാണ് ഈ റീൽസൊക്കെ അങ്ങ് പെരുകാൻ തുടങ്ങിയത്. ഞാൻ ഇതെന്നേ പറഞ്ഞാണ്, 2019 പറഞ്ഞു. നമ്മുടെ രാമൻ ആയിരുന്നപ്പോൾ മറഞ്ഞു നിന്ന് ബാലിയെ കൊന്ന്, അറിയാമല്ലോ കഥകളൊക്കെ. ആ ബാലി തന്നെയാണ് ജരയായിട്ട് പുനർജനിച്ച് ഭഗവാനെ കൃഷ്ണനായിട്ട് ജനിച്ചപ്പം ഇതുപോലെ തന്നെ മറഞ്ഞിരുന്ന് ഇതാക്കി വേറെ എന്തോ ആണെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ കർമ്മ വന്നിരിക്കും, അത് ഭഗവാൻ തന്നെ കാണിച്ചു തരുന്നതാണ്, മനസ്സിലായില്ലേ? ഇനി ഞാൻ ഭഗവാനാണെങ്കിലും ശരി, കർമ്മയാണെന്നുള്ളത് അവനവൻ്റെ കർമ്മഫലം കിട്ടിയിട്ടേ പോത്തോളൂ, നീ എന്തൊക്കെ ചെയ്താലും ശരി, മനസ്സിലായില്ലയോ? ഏതവൻ ലേസർ അടിച്ചാലും ഏതവൻ എന്ത് ചെയ്താലും അവനവൻ ഇത് കിട്ടും,
നല്ല ശരിക്ക് ദൈവം ഇട്ട് പണി കൊടുക്കും. മനസ്സിലായല്ലോ? പിന്നെ ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് എൻ്റെ ഇത്. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ്, അല്ലെങ്കിൽ കണ്ടവരുടെ കൂടെയൊന്നുമല്ല. ഇങ്ങനെ ചിലരിങ്ങനെ വസ്തു ഇങ്ങനെ എന്തോ കള്ളത്തരത്തിൽ എഴുതിയെടുക്കാനും പറിക്കാനും ഒക്കെ അങ്ങ് നടക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ലൂട്ടിയാണ് ഇവന്മാർക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്രയോ കുറഞ്ഞ വിലയ്ക്ക് എൻ്റെ വസ്തു കൊടുത്ത് അങ്ങനെ ഈ നഷ്ടം വന്നു അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇൻഷുറൻസ് തട്ടാൻ അങ്ങനെ തട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു കൊടൂരത്തെ വസ്തു ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെയൊക്കെയാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായത്. കൊടൂരത്തെ വസ്തു ഒരു 17 പക്ഷെ 14 സെൻറ്റ് അളന്ന് വന്നപ്പോൾ ഉള്ളത് അതും പറ്റിച്ച് കാണും. ഇവന്മാരൊക്കെ ഭയങ്കര കള്ളരാണ്. എല്ലാം ഈശ്വരൻ കാണുന്നുണ്ട്. പറ്റിച്ചവരെയൊക്കെ ദൈവം പിടിച്ചോളും. നമ്മളെ പറ്റിച്ചവരെയൊക്കെ ഈശ്വരൻ്റെ കയ്യിൽ നിന്ന് കിട്ടിക്കോളും. എൻ്റെ ഒരു നയാത്തുട്ട് പൈസ കട്ടുമോട്ടിച്ച് നിന്നവർക്കൊക്കെ ഗുണം പിടിക്കാതെ അവർ ജന്മജന്മാന്തരം നശിച്ച് നാറാണക്കല്ല് ഇട്ട് പോത്തേ ഉള്ളൂ. അപ്പം അവർ 14 സെൻറ്റ് സ്ഥലമുള്ളെന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് നിലമാണെന്ന് റെക്കോർഡിൽ, അതുകൊണ്ട് അന്ന് 95,000 അങ്ങനെ അത് വീതമാണ് സെൻറ്റിന് കിട്ടിയത്. മനസ്സിലായോ? നമുക്ക് കിട്ടുന്ന 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെ അന്ന് കിട്ടേണ്ട വസ്തുവാണ്. അപ്പം എനിക്ക് 1.5 ലക്ഷം രൂപ മാത്രം ബാങ്കിൽ കൂടെ തന്നിട്ട് എൻ്റെ കയ്യിൽ ബാക്കി കാശ് തന്നത്. അതിനെല്ലാം തെളിവുണ്ട് നമ്മുടെ കയ്യിൽ. ഇതിനൊക്കെ നമ്മുടെ തെളിവുണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ കയ്യിൽ തരികയും ചെയ്ത്. അന്നേരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവർക്ക് എന്തിനാണ് ഈ 1.5 ലക്ഷം രൂപ മാത്രം ബാങ്കിൽ തന്നെ വെച്ചാൽ ഈ 1.5 ലക്ഷം രൂപ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് വരുത്തിയിട്ട് ഇവന്മാരും എല്ലാം കൂടെ ഈ ബിജുപി പ്രീതായസ് പണിക്കർ എന്ന് പറയുന്നതൊക്കെ നമ്പർ 1 കള്ളികളും കള്ളന്മാരും. ഇപ്പോൾ അവൾ നിർമ്മല കോളേജ് ചാലക്കുടി എന്ന് പറയുന്നിടത്ത് അവളെ പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലയോ? അവിടെയോട്ട് പോകുന്നിരിക്കും. അവളെ അഹല്യെന്ന് പറഞ്ഞ് വിട്ട് കാണും. അവിടുത്തെ ഉദ്യോഗമൊക്കെ മതിയാക്കി ഇവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ നടക്കുക ഇവൾ. അപ്പം അടുത്തടുത്ത് വരിക, ബിജുപിയെ കാണാനായിട്ട് ഇങ്ങനെ അടുത്തടുത്ത് വരിക എന്ന് തോന്നുന്നു സൗകര്യത്തിന്. അപ്പം ഇങ്ങനെയാണ് ഇപ്പം ഇതൊക്കെ. അപ്പം ഇങ്ങനെ പറ്റിച്ചെടുക്കാൻ വേണ്ടി അങ്ങനെ പറ്റിച്ച് തിന്നാൻ ഇങ്ങനെ നോക്കുക പല രീതിയിൽ. ഇനി ലിവർ ഡിസീസാന്ന് പറഞ്ഞുകൊണ്ട് കുറേ ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാശടിക്കാൻ. നമുക്ക് ലിവർ ഡിസീസ് ഒന്നുമില്ല, ഒരു ഡിസീസും ഇല്ല. നമ്മൾ കല്ല് കുടിക്കുന്നില്ല, ഇതൊന്നുമില്ല. ഇവന്മാരിങ്ങനെ നമ്മളെ അങ്ങ് ജഡ്ജ് ചെയ്യുക. നമ്മൾ ഉറക്കെ സംസാരിച്ച ഉടനെ ലിവർ ഡിസീസാണ്, നമ്മളങ്ങ് കള്ളു കുടിക്കുന്നു. അവൻ പറയുന്നതൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. ഞാൻ പറയുന്നത് ഞാൻ ഇടുന്നുണ്ട്, ഉറക്കെ പറയുന്നത് എന്തൊക്കെയാണെന്ന് ഇടുന്നുണ്ട്. കേട്ടില്ലേ ഇന്നലെ? അതാ ഞാൻ പറയുന്നത്. എന്നെ ലേസർ അടിക്കുന്നു, അല്ലാതെ എനിക്ക് കാര്യം ചീത്ത, എന്നെ ലേസർ അടിക്കുന്നു, മറ്റേത് മറിച്ചത്, അതാ പറയുന്നത്. ഇനി ഇവൻ ആരാ ഈ സുബ്രഹ്മണ്യൻ? നമ്മുടെ ആരുമല്ല ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന തേർഡ് റേറ്റ് ബാസ്റ്റേഡ്. ഇവനെ എവിടുന്നോ കയറി മലപ്പുറത്തു നിന്നും കണ്ട് കയറി ഒരു സൽപ്പകവല്ലിയുടെ വീട്ടിൽ വന്ന് പറഞ്ഞ് നമ്മളെന്തോ വേണം? അവൾ അവിടെ കിടന്നാൽ ഈ സൽപ്പകവല്ലിയാണ് എൻ്റെ വീട്ടിലെങ്കിൽ ഇവിടെ കയറ്റത്തില്ല, അടിച്ച പഠിക്കാത്ത മോഷണക്കാരി. ഇവൾ പണ്ട് എൻ്റെ വീട്ടിൽ ചായ ഇടുന്ന സമയമാകുമ്പോൾ വരുമായിരുന്നു. പണ്ട് ചായ കുടിക്കാനായിട്ട് അത്ര നക്കിയായിരുന്നു. ചായ കുടിക്കുന്ന സമയം, ഞങ്ങൾ ചായ ഇടുന്ന സമയമാകുമ്പോൾ വരുമായിരുന്നു ചായ കുടിച്ചുകൊണ്ട് പോകാൻ. അങ്ങനെ പിന്നെ ഇങ്ങനെ വരുമായിരുന്നു കറി വാങ്ങിക്കാൻ. മറ്റേത് തേയിലയുണ്ടോ, പഞ്ചാരയുണ്ടോ, മറ്റേതുണ്ടോ, എല്ലാത്തിനും വരുമായിരുന്നു. പിന്നെ ഉള്ളിയും സവാളയും മോട്ടിച്ചുകൊണ്ട് പോക്കായിരുന്നു പരിപാടി. അങ്ങനെ അങ്ങ് നടക്കുമായിരുന്നു ഇവൾ പറയുന്ന അവിടെ വീട്ടിൽ ആര് പോവും? അവിടെ ഇറച്ചിക്കറി കൂട്ടണം, പന്നച്ചത്ത. പിന്നെ റേഷനരിയുടെ സാധനങ്ങൾ അവിടെ വീട്ടിലുണ്ടാക്കുന്ന റേഷനരിയാണ് തിന്ന് കിടക്കുന്നത് ഇപ്പോഴും. ഇവൻ്റെ മോള് തന്നെ പറഞ്ഞതാ, ഞങ്ങൾക്ക് റേഷനരിയെ തിന്നിട്ടുള്ള അവളെ ഇപ്പം അവിടെ ധർമ്മക്കല്യാണം കഴിച്ച് വിട്ടപ്പോഴാണ് വിളിച്ചിട്ട് നല്ലരി തിന്നുന്നതെന്ന്. ആ കെട്ട കേടുമ്പ്.